ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, ഗെയിൻ റേഷ്യോ ആൻഡ് ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ്. സോ ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ് മീൻസ് എന്താണ് ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഡാറ്റ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഏത് വെച്ചിട്ട് വിച്ച് മെത്തേഡ് വി വിൽ സെലക്ട് ഫോർ ചൂസിങ് അവർ ഡാറ്റ, റൈറ്റ്? ഇതിൽ ഏത് വെച്ചിട്ട് വേണം ഡാറ്റ ചൂസ് ചെയ്യാൻ, ഏത് വെച്ചിട്ട് വേണം നമ്മൾ ട്രീനെ ഡിവൈഡ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ ഡാറ്റ സെലക്ഷൻ മെഷേഴ്സിൽ ഡിസൈൻ ചെയ്യുക, റൈറ്റ്? അപ്പോൾ രണ്ട് മെത്തേഡ്, രണ്ടിലും ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ് ഏതൊക്കെയായിരുന്നു? ID3 യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷർ ഏതാ? ID3 അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷർ ഏതാ? അറിയോ? ഇതിങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന റൈറ്റ് എ നോട്ട് ഓൺ ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ പറഞ്ഞേ, ഏതാണ് ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ് ഇൻ ID3? ഇൻഫർമേഷൻ ഗെയിൻ, യാ എക്സാക്ട്ലി, ഇൻഫർമേഷൻ ഗെയിൻ. പിന്നെ നമ്മൾ അടുത്ത പറഞ്ഞു ഇൻഫർമേഷൻ ഗെയിൻ ഇസ് ബേസ്ഡ് is biased towards attributes with large number of values. So C4.5 algorithm uses a gain to overcome this problem. We are using split info. അതായത് അതിന് പകരം ഇൻഫർമേഷൻ ഗെയിനിന് പകരം നമ്മൾ വേറൊരു മെത്തേഡ് യൂസ് ചെയ്യുകയാണ്. അതിന്റെ പേര് പറഞ്ഞിട്ടില്ലേ, ഇൻഫർമേഷൻ ഗെയിനിന് പകരം പുതിയൊരു ടേം, ദാറ്റ് ഈസ് ഗിനി ഇൻഡെക്സ്, റൈറ്റ്? ഗെയിൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്താ ഗെയിൻ റേഷ്യോ എന്ന് പറയുന്നത്? ഗെയിൻ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ദ ഇൻഫർമേഷൻ ഗെയിൻ മെഷർ ഇസ് ബയാസ്ഡ് ടുവേർഡ്സ് ദ റിസൾട്ട് വിത്ത് മെനി ഔട്ട്കം. കുറെ ഔട്ട്കം ഉള്ള ടൈപ്പ് റിസൾട്ടിന് ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറയുന്നത് ബയാസ്ഡ് ആയിരിക്കും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഇറ്റ് വി നീഡ് സം അതർ മെത്തേഡ്, റൈറ്റ്? What method we can follow for that? If you are using some other method which will help you to avoid this kind of biasing. Example also I have discussed. Just consider an example, like if you are considering a product ID as a product ID is always unique identifier, right? So if you are selecting product ID to partition the large number of databases, so there the problem is in each class it will contain single tuple, right? നമ്മൾ പറഞ്ഞതാണ് ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് എടുക്കുകയാണെങ്കിൽ also each electronic equipment will be having its own ID, right? So each product is having its own ID means if there are 10,000 products, 10,000 IDs will be there, right? So this kind of partitioning is not good. So what we will do, we need some other criteria to do the splitting. So in C4.5 algorithm, the successor of ID3 algorithm uses an extension of information gain that is known as gain ratio. What this will do, which will overcome the problem of biasing. How? It applies a normalization to information gain using split information. അതിൽ സ്പ്ലിറ്റ് ഇൻഫോ എന്ന് വെച്ചാൽ നിങ്ങൾ ഇക്വേഷൻ കാണുന്നില്ല, സ്പ്ലിറ്റ് ഇൻഫോ ഇസ് ഈക്വൽ ടു സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to v dj by d into log 2 of dj by d. ഇത് നമ്മൾ ഗെയിൻ റേഷ്യോയിൽ പഠിച്ച സെയിം ഇക്വേഷൻ തന്നെയാണ് വരിക. ഗെയിൻ റേഷ്യോ ഇൻഫോ ഓഫ് ഡി കണ്ടുപിടിക്കുന്നില്ലേ? ഇൻഫോ ഓഫ് ഡി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത് നോക്കി, നമ്മുടെ പ്രീവിയസ് സ്ലൈഡില് ഇൻഫോ ഓഫ് ഡി എന്താ ചെയ്തത് നോക്കി നിങ്ങൾ. ഇൻഫോ ഓഫ് ഡി എന്താ ചെയ്തത് നോക്കി, ഇൻഫോ എ ഓഫ് ഡി എങ്ങനെ കണ്ടുപിടിച്ചത്? ഡി ജെ ബൈ ഡി ഇൻറ്റു ഇൻഫോ ഓഫ് ഡി ജെ, റൈറ്റ്? അതേപോലെ തന്നെ ഇവിടെ സ്പ്ലിറ്റ് ഇൻഫോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു ലോഗ് 2 ഓഫ് ഡി ജെ ബൈ ഡി എന്നും കൂടെ വരും, റൈറ്റ്? അതെന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു നോർമലൈസ് ഇറ്റ്.
നേരത്തെ ഡി ജെ ബൈ ഡി ഇൻറ്റു ഇൻഫോ ഓഫ് ഡി ജെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഡി ജെ ബൈ ഡി എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ക്യാരക്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ എന്താണ് ഗെയിൻ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തിനാ ഗെയിൻ റേഷ്യോ യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, റൈറ്റ് എ നോട്ട് ഓൺ ഗെയിൻ റേഷ്യോ, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗെയിൻ റേഷ്യോ ആൻഡ് ഇൻഫർമേഷൻ ഗെയിൻ. ഹൗ യു വിൽ റൈറ്റ് ദാറ്റ്? എന്താണ് ഗെയിൻ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാല്? അറിയോ എന്താണ് ഗെയിൻ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാല്? ഗെയിൻ റേഷ്യോ വെച്ചാൽ എന്തിനു നമ്മൾ ഗെയിൻ, നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവുന്നില്ലേ മക്കളെ? ഇല്ലെങ്കിൽ അത് പറ. ഗെയിൻ റേഷ്യോ എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ആട്രിബ്യൂട്ടിനെ നമ്മൾ അതിന്റെ ബെസ്റ്റ് സെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് എന്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളൊരു മെഷർ വേണം, റൈറ്റ്? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെയിൻ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഗെയിൻ റേഷ്യോ വെച്ചുള്ള അഡ്വാൻറ്റേജ് എന്താ? ഗെയിൻ റേഷ്യോ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഏത് മെത്തേഡാണ്, അല്ലെങ്കിൽ ഏതാണ് അവിടെ ബെസ്റ്റ് ആയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ട്യൂപ്പിൾസിനെ ഡിവൈഡ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് നമുക്ക് അതിനെ എന്താ പറയാ, രണ്ട് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി ഗെയിൻ റേഷ്യോയും ഇൻഫർമേഷൻ ഗെയിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഗെയിൻ റേഷ്യോ ആവുന്ന സമയത്ത് ഇൻഫർമേഷൻ ഗെയിൻ ഈസ് മെഷർ ഈസ് ബയാസ്ഡ് ടുവേർഡ്സ് മെനി ഓഫ് ദ ഔട്ട്കംസ്, റൈറ്റ്? ഇൻഫർമേഷൻ ഗെയിൻ ശരിക്കും ബയാസ്ഡ് ആയിരിക്കും. എപ്പോഴാ, ഏത് കേസിൽ അത് ബയാസ്ഡ് ആവുന്നത്? കുറേ അധികം പ്രൊഡക്ട്സ് വരുന്ന കേസ്, അതായത് ഇൻഫർമേഷൻ ഐ ഡി, അതായത് പ്രൊഡക്റ്റ് ഐ ഡിന്റെ കേസ് പറഞ്ഞിട്ടില്ലേ, ആ കേസിൽ അത് ബയാസ്ഡ് ആയിട്ടാ വരിക, റൈറ്റ്? ഒരു സെക്കൻഡ് മക്കളെ, ഒറ്റൊരു സെക്കൻഡേ. ഞാനിപ്പോ പ്രസന്റ് ചെയ്യാവേ. So here you can see information gain is used as a measure for dividing this set of attributes. So if you are using any of this method, it will be easy for you to divide our data set, right? But the problem with the information gain is it is biased. So we need some other measures. Okay, we need some other measures to do that. For that we are using a split info. That method is used in C4.5 algorithm, and here gain ratio is used to overcome the problem of normalization. അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്താ വരിക? നേരത്തെ ഉണ്ടായിരുന്ന ഡി ജെ ഓഫ് ഡി, ഇവിടെ ഡി ജെ ബൈ ഡിന്റെ കൂടെ ലോഗ് ടു ഓഫ് ഡി ജെ ബൈ ഡി എന്നും കൂടെ വരും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ നിങ്ങൾക്ക്? ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഡു ദ നോർമലൈസേഷൻ. നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്നില്ലേ? ഹലോ ഹലോ അതുൽ, ഇല്ല അനുശ്രീ, സ്ലൈഡ് കാണുന്നില്ല? ഇല്ല, ബ്ലാക്ക് സ്ക്രീൻ ആണ്. ഒരു സെക്കൻഡ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഗെയിൻ റേഷ്യോ അല്ലേ? അതന്നെ ഗെയിൻ റേഷ്യോ. നോക്കൂ, ഇപ്പൊ നോക്കൂ, കാണാം. ഓക്കെ, ആർക്കാ കാണാത്തവരൊന്നും കൂടെ റീഫ്രഷ് ചെയ്തിട്ട് നോക്കി. കാണാലോ? കാണുന്നില്ലേ? എനിക്ക് കാണാലോടാ. ഞാൻ എൻ്റെ ഫോണിലെടുത്ത് നോക്കുന്ന സമയത്ത് പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ. ഓക്കെ, ശരി. അപ്പൊ ഇനി ഇതിനെപ്പറ്റി പറയണ്ടല്ലോ.
ഇനി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ID3 ആൻഡ് C4.5 അൽഗോരിതം. അതിലെ ഫസ്റ്റിലത്തെ ഡിഫറൻസ് കിട്ടിയല്ലോ. ഇൻ ദി കേസ് ഓഫ് ID3 അൽഗോരിതം we are using attribute selection measures is information gain, right? And what about C4.5 algorithm? We are using gain ratio. എന്തുകൊണ്ടാ gain ratio advantage എന്ന് പറഞ്ഞില്ലേ? It will help you to do the normalization. Okay? അപ്പോൾ ഇത് കഴിഞ്ഞു, split info കഴിഞ്ഞു. ഇനി gain ratio is equal to gain ratio calculate ചെയ്യാൻ വേണ്ടിയിട്ട് gain by split info of D ആണ് ചെയ്യുക. split info എന്ന് പറയുന്നത് ഈക്വേഷൻ. ഇനി gain ratio കണ്ടുപിടിക്കണമെങ്കിൽ gain divided by split info of A. തന്നിരിക്കുന്ന ആട്രിബ്യൂട്ടിന്റെ gain ratio. ഓക്കെ, ശരി. Then next example like upon next slide like the attribute with the maximum gain ratio is selected as a splitting attribute. Appo net nammal endha cheythathu attribute with maximum information gain is selected as an attribute selection measures. Ini ivida C4.5 algorithamilangelo attribute with maximum gain ratio is selected as a splitting attribute. Appo ningal sherikum consider cheyna samayathe id differentiate cheyan choyikkunna samayathe ID3 C4.5. ഈ C4.5 എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ID3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ID3 algorithm is used for classification process, right? Decision tree. അതിന്റെ പേരാണ് iterative dichotomizer algorithm. C4.5 algorithamത്തിലാണെങ്കിൽ അതുപോലെ തന്നെ വേറൊരു algorithm ആണ്. ഇവിടെ attribute selection measures ഞാൻ ASM എന്ന് എഴുതുകയാണ്. Attribute selection measure is gain information gain. ഇവിടെയാണെങ്കിലോ അത് gain ratio ആണ്. ഓക്കെ, അതാണ് ആദ്യത്തെ ഡിഫറൻസ്. പിന്നെ gain ratio കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ നോക്കിയല്ലോ. gain ratio കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് we can use gain ratio is equal to എന്താ gain divided by split info of A എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് gain ratio എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. ഗിനി ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിനി ഇൻഡെക്സ് ഇസ് യൂസ് ഇൻ CART. നമ്മൾ നേരത്തെ ID3 C4.5 പറഞ്ഞ പോലത്തെ വേറൊരു അൽഗോരിതം ആണ് CART അൽഗോരിതം, കാർട്ട് എന്ന് പറയും. സോ ഗിനി ഇൻഡെക്സ് ഇസ് യൂസ് ഇൻ CART. സോ using the notation that is previously described അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇല്ലേ, സോ ആ പ്രീവിയസ് എക്സാമ്പിളിൽ ഗിനി ഇൻഡെക്സ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് (1 - J is equal to 1 to n PI square. ഇപ്പൊ J ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, നമ്മൾ J യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ എഴുതാവേ ഞാൻ ഗിനി ഓഫ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിനി ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്താ, വേറൊരു ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷീൻ ആണ് ഗിനി ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ ഗിനി ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗിനി ഓഫ് ഡി ഇസ് ഈക്വൽ ടു 1 - സിഗ്മ I is equal to അല്ലെങ്കിൽ J is equal to 1 to n PI square. അവിടെ PI എന്ന് വെച്ചാൽ എന്താ, PI is the probability of that tuple. എത്രയാണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ അതാണ് PI എന്ന് വെച്ച് കഴിഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ആയോ നിങ്ങക്ക്? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് പറയുന്നത്? ഈ ശരിക്കും പ്രോബബിലിറ്റി PI ഗിനി ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഗിനി ഇൻഡെക്സിൽ വരുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, it uses a binary split. For each attribute. എന്താണ് ഈ ബൈനറി സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? നമുക്കിപ്പോൾ 3 കേസസ് വന്നിട്ടുണ്ടെന്ന് വെച്ചോ. നമ്മളിപ്പോൾ പറയണേ സാലറിന്റെ കേസ്. സാലറിക്ക് 3 ഓപ്ഷൻസ് ഉള്ളത്, അതായത് ഒന്നുകിൽ ലോ ആവാം, രണ്ടാമത്തെ ഹൈ സാലറി ആവാം, അല്ലെങ്കിൽ മീഡിയം സാലറി. ഈ 3 കേസസ് ഉള്ളത്. അപ്പോൾ നമ്മളിന്റെ ബൈനറി സ്പ്ലിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ സബ്സെറ്റ്സ് ആർ ആക്ച്വലി ഇതിന്റെ പോസിബിൾ സബ്സെറ്റ്സ് ഏതൊക്കെയാ?
ഈ തന്നിരിക്കുന്ന സെറ്റിന്റെ പോസിബിൾ സബ്സെറ്റ്സ് ഏതൊക്കെയാ? നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക പോസിബിൾ സബ്സെറ്റ്സ്? അതായത് ഒന്നുകിൽ ലോ ഹൈ എന്ന് പറയുന്ന ഒരു സെറ്റ്, അല്ലെങ്കിലോ ഹൈ മീഡിയം എന്ന് പറഞ്ഞിട്ട് അടുത്ത സെറ്റ്, അല്ലെങ്കിലോ ലോ മീഡിയം എന്ന് പറഞ്ഞിട്ട് അടുത്ത സെറ്റ്. ലോ ഹൈ, ലോ മീഡിയം, ഹൈ മീഡിയം, ലോ മീഡിയം, പിന്നെ ലോ ഹൈ മീഡിയം. ഇതല്ലേ ശരിക്കും സബ്സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്? അല്ലേ അല്ലേ? അപ്പൊ ഈ തന്നിരിക്കുന്ന ഇൻകത്തിന് 3 വാല്യൂസ്, അത് ലോ ഹൈ ആൻഡ് മീഡിയം ഉണ്ട്. ദെൻ പോസിബിൾ സബ്സെറ്റ്സ് ഓഫ് ദിസ് ലോ ഹൈ മീഡിയം ആർ ഇസ് ആക്ച്വലി ആ സെറ്റ് തന്നെ സബ്സെറ്റ് ആയിരിക്കും. ലോ ഹൈ മീഡിയം നിന്ന് പിന്നെ ലോ മീഡിയം വരാം, ലോ ഹൈ മീഡിയം ഹൈ, പിന്നെ പിന്നെ വരാൻ ചാൻസ് ഉള്ള സബ്സെറ്റ് എന്ന് വെച്ചാൽ സിംഗിൾ സെറ്റ്. ലോ വരാം, ഹൈ വരാം, മീഡിയം വരാം, റൈറ്റ്? പിന്നെ എം ടി സെറ്റും, റൈറ്റ്? So normally in order to find the possible subset we will use 2 raised to v minus 2. ഇത്രയും വേസിൽ we can do the partitioning എന്ന് പറയാം. നമുക്ക് ഈ തന്നിരിക്കുന്ന ഇത്രയും രീതിയിൽ പാർട്ടീഷൻ ചെയ്യാം. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം തന്നിരിക്കുന്നതിൽ ഇപ്പൊ എത്ര സെറ്റ് ഉണ്ട്? വി എന്ന് വെച്ചാൽ നമ്മൾ ഇത് എത്ര ഓപ്ഷൻസ് ഉണ്ട്? ലോ ഹൈ മീഡിയം നിന്ന് 3 എണ്ണം. 2 raised to 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8. 8 minus 2 എന്ന് വെച്ചാൽ 6. അപ്പൊ നമുക്ക് 6 വേസിൽ ഇതിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റില്ലേ? 1 2 3 4 5 6 അല്ലേ? ലേടാ 6 വരുള്ളൂ. 1 2 3 4 5 6 എം ടി സെറ്റും കൂടെ ഒരു 7 അല്ലേ? So then it was 2 raised to v minus 2 possible ways to form the partitioning of data എന്ന് പറയാം. For finding the split on an attribute A. So ഇപ്പൊ പറഞ്ഞത് എന്താ? It's Gini index. Where we are using this Gini index? Gini index is actually using as an attribute selection measures in CART algorithm. ID3 പോലത്തെ വേറൊരു അൽഗോരിതം ആണ് CART. ഈ CARTയിൽ നമ്മളിവിടെ ആദ്യത്തെ ഇൻഫർമേഷൻ ഗെയിൻ, രണ്ടാമത്തെ ഗെയിൻ റേഷ്യോ, ഇതിൽ വരുന്ന സാധനമാണ് ഗിനി ഇൻഡെക്സ്. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഗിനി ഇൻഡെക്സ്. പോസിബിലിറ്റി പി ഐ എന്താന്ന് എഴുതിയിട്ടുണ്ട്, ഓരോന്നിന്റെയും വാല്യൂസ്. എനിക്ക് ഇക്വേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഗിനി ഇൻഡെക്സിൽ നിന്ന് പ്രോബ്ലം ചോദിക്കൂല. ഗിനി ഇൻഡെക്സിന്റെ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഓക്കെ, തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആയത് കണ്ടുപിടിക്കുന്നുണ്ടല്ലേ. ഗിനി ഓഫ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാല് ടോട്ടൽ നമുക്ക് നേരത്തെ എത്ര ഉണ്ടായിരുന്നു? നമ്മുടെ നേരത്തെ എക്സാമ്പിൾ ഇല്ലേ, അതില് പോസിറ്റീവ് 9ഉം നെഗറ്റീവ് 5 എക്സാമ്പിൾ അല്ലേ ഉള്ളത്. ടോട്ടൽ എക്സാമ്പിൾസ് 14 ആയിരുന്നില്ലേ? അപ്പൊ നോക്കിയാൽ നിങ്ങൾ ഗിനി കണ്ടുപിടിക്കാൻ നോക്കിയേ. 1 minus 9/14 whole square minus 5/14 whole square. ആ വാല്യൂ ആണ് ശരിക്കും ഗിനി ഓഫ് ഡി എന്നിട്ട് കണ്ടുപിടിക്കുന്നത്. സോ all attributes are measured. All attributes are assumed continuous valued in the case of here, and we need other tools to do the clustering. അപ്പോ എത്ര ഈ 3 ടേംസ് ഓർത്ത് വെക്കാം. ഏതൊക്കെ 3 ടേംസ് ഏതൊക്കെ? ഒന്ന് ഇൻഫർമേഷൻ ഗെയിൻ, അതെവിടെ യൂസ് ചെയ്യുന്ന? ID3. രണ്ടാമത്തതോ ഗെയിൻ റേഷ്യോ, അതെവിടെ? ഏത് അൽഗോരിതത്തിലോ? C4.5. പിന്നെ മൂന്നാമത്തത് ഗിനി ഇൻഡെക്സ്. ഗിനി ഇൻഡെക്സ് ഈസ് യൂസ്ഡ് ഇൻ CART അൽഗോരിതം. ഓക്കെ, ശരി. അപ്പോൾ ഇതുവരെ കഴിഞ്ഞല്ലോ. ഇത്രയാണ് ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ് ആൻഡ് ഡിഫറെന്റ് മെത്തേഡ്സ് പറയാനുള്ളത്. അടുത്തതില് ഇൻഫർമേഷൻ ഗെയിൻ, ഗെയിൻ റേഷ്യോ, ഗിനി ഇൻഡെക്സ്. ഓക്കെ, ഇതിന്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ആണ് ഇപ്പൊ ഞാൻ പറയാം. അടുത്തൊരു ടോപ്പിക്കാണ് ഓവർ ഫിറ്റിംഗ് ആൻഡ് ട്രീ പ്രൂണിംഗ്. അപ്പോ എന്താണ് ഓവർ ഫിറ്റിംഗ് എന്ന് വെച്ചാൽ? Too many branches. Overfitting, an induced tree may overfit the training data.
So here you can see too many branches, and some branches reflect some anomalies due to noise and outliers, and which will lead to poor accuracy in an in set of samples. അപ്പോൾ ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ട്രീ ഡിസിഷൻ ട്രീ വരക്കുന്നതിലുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി ഈ പ്രൂൺ ഓവർ ഫിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓവർ ഫിറ്റ് എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? മീൻസ് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ട്രീന്റെ ബ്രാഞ്ചസ് ആയിട്ട് വരാം. An induced tree may overfit training data. That means there will be too many branches. Some may reflect anomalies due to noise or outliers, and which will lead to the poor performance of their classification, right? And two approaches. We have to avoid this overfitting, right? Overfitting is not good. Overfitting in the pravanada nalladalla. Appo namukku endu cheyanam? We have to avoid it. For avoiding, two approaches are pre-pruning algorithm and another is post-pruning algorithm. So pre-pruning adenda pre-pruning ennu nokka. So in pre-pruning, first we will halt tree construction at an early stage. So what we will do is like, do not split a node if this would result in a goodness measure failing below a threshold. Adenda cheyannu nammal first enna ഹോൾട്ട് ചെയ്തിട്ടാണ് ട്രീ കൺസ്ട്രക്ഷൻ ചെയ്യുക. ഓരോ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പിലും ഹോൾട്ട് ചെയ്ത് ത്രെഷോൾഡ് വാല്യൂനെക്കാട്ടും കൂടുതലാണോ അതിന്റെ ആട്രിബ്യൂട്ട് മെഷർ വാല്യൂ നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം അത് ട്രീന്റെ ബ്രാഞ്ചിലേക്ക് ആഡ് ചെയ്യുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ എക്സാമ്പിളില് നമ്മൾ പഴയ എക്സാമ്പിളില്ലേ ട്രീ വരച്ച ഡിസിഷൻ ട്രീ വരച്ച എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ നോക്കാം. ഈ പ്രീവിയസ് വരെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷർ ഏതാ? ഗെയിൻ ആണ് ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷർ. ഞാൻ ഇവിടെ ഇപ്പം 0.2 താഴെ, അതായത് 0.2 താഴെ ഏതെങ്കിലും വാല്യൂ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ 0.2 കുറഞ്ഞ വാല്യൂ വരുന്ന ഏതെങ്കിലും മെഷർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിന്റെ ത്രെഷോൾഡ് ആയിട്ട് സെറ്റ് ചെയ്യണം. അതിന്റെ താഴെ വരുന്ന വാല്യൂസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെയാണോ 0.2 താഴെ വരുന്നത് ആ വാല്യൂസ് ഒന്നും ടെമ്പറേച്ചറിന്റെ വാല്യൂയിൽ എടുക്കില്ല. ഐ മീൻ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഇതിന്റെയൊക്കെ വാല്യൂ 0.2 താഴെയാണെങ്കിൽ, 0.3 0.5 എന്നൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈ വാല്യൂസ് ഒന്നും എന്തെടുക്കില്ല, ട്രീ വരക്കാൻ എടുക്കില്ല. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല. പ്രൂണിങ് എന്താന്ന് മനസ്സിലായോ? ഓവർ ഫിറ്റിംഗ് എന്താന്ന് മനസ്സിലായോ? ഓവർ ഫിറ്റിംഗ് അത് പറ, നല്ല അടുത്ത് പറയണ്ടത്. ഓവർ ഫിറ്റിംഗ് എന്താന്ന് മനസ്സിലായോ? ഓവർ ഫിറ്റിംഗ് മനസ്സിലായി. ഓവർ ഫിറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള രണ്ട് മെത്തേഡാണ് ഇത് രണ്ടും എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ഒന്ന് പ്രീ പ്രൂണിങ്ങും രണ്ടാമത്തത് പോസ്റ്റ് പ്രൂണിങ്ങും. ഓക്കെ, പ്രൂൺ ചെയ്യാന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? പ്രൂണിങ് ആഡ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്നതിന് പ്രൂണിങ് എന്ന് പറയാം. അപ്പോൾ പ്രൂണിങ് ആദ്യത്തെ കേസിൽ പ്രൂണിങ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യും. മീൻസ് ട്രീ ആദ്യം നമ്മളൊരു ട്രീ ബേസിക് ട്രീ ഉണ്ടാക്കിയെന്ന് വെച്ചോ, അതിനുശേഷം ഹോൾട്ട് ചെയ്യും. ഹോൾട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്റ്റോപ്പ് ചെയ്യും, റൈറ്റ്? എന്നിട്ട് എന്ത് ചെയ്യും? ഈ തന്നിരിക്കുന്ന സെറ്റില് ഇപ്പൊ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഔട്ട്ലുക്കിന്റെ വാല്യൂ 0.0247 എന്നല്ലേ ഔട്ട്ലുക്കിന്റെ വാല്യൂ. അപ്പൊ ഞാൻ ത്രെഷോൾഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് 0.02 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ 0.02 ബിലോ വരുന്ന വാല്യൂസ് ഏതൊക്കെയാ ഇവിടെ? പറയൂ. പോട്ടെ, ഞാൻ ഇപ്പം ഔട്ട്ലുക്കിനെ ജസ്റ്റ് പോസിറ്റീവ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഒന്ന് 247, ഒന്ന് 229 ടെമ്പറേച്ചർ പോയിന്റിലേ വരുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നത്. ഹ്യൂമിഡിറ്റി 152, 482 ആണ് വിൻഡിന്റെ വാല്യൂ എന്ന് വിചാരിച്ചോ. അപ്പൊ ഈ 4 വാല്യൂ കണ്ടല്ലോ നിങ്ങൾ. ഒന്ന് 247, 229, 152, 482. അത് ഞാൻ സെറ്റ് ചെയ്യുവാണ് 220 ആണ് എന്റെ ത്രെഷോൾഡ് വാല്യൂ എന്ന് വിചാരിച്ചോ. അപ്പൊ എന്റെ ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താ? ത്രെഷോൾഡ് വാല്യൂവിന് താഴെയുള്ള വാല്യൂസിനൊന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. എന്തുകൊണ്ടാണ്? അത് റെലവെന്റ് അല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ
247 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 220 ആണ്. അപ്പൊ ഇത് സെലക്ട് ചെയ്യാം. 229 എന്നത് ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ സെലക്ട് ചെയ്യും. ഹ്യൂമിഡിറ്റി 152 ആണ്, ലെസ് ദാൻ 220 ആണ്. അപ്പൊ നമ്മൾ ഇത് സെലക്ട് ചെയ്യില്ല. ഇത് സെലക്ട് ചെയ്യും. അപ്പൊ നോക്കിയാൽ 3 ട്രീസ് അല്ലേ, 3 ആട്രിബ്യൂട്ട്സ് അല്ലേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഒരു ആട്രിബ്യൂട്ട് ഞാൻ റിമൂവ് ചെയ്തില്ലേ. അപ്പോൾ ഈ സെലക്ട് ചെയ്തതിനെ മാത്രം ട്രീന്റെ ബ്രാഞ്ചസ് ആയിട്ട് ആഡ് ചെയ്യും. ഹ്യൂമിഡിറ്റി ഞാൻ കൺസിഡർ ചെയ്യേയില്ല. അപ്പൊ എന്താ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ഔട്ട്ലിയർ ആണ്, അല്ലെങ്കിൽ ഒരു നോയ്സ് ആണ്. നമ്മൾ വിചാരിച്ച അത്ര വാല്യൂസിൽ ഈ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട് എത്തുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ ആ ആട്രിബ്യൂട്ടിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് എന്റെ മീനിങ്. സോ വി ക്യാൻ റിമൂവ് ഇറ്റ്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോടാ? അനുശ്രീ, അൻസബ്, അഭിനവ്, ഓക്കെ. അപ്പോ ഞാനിതിപ്പം വായിക്കാം. ഇതൊന്ന് സബ് ചെയ്യട്ടെ. ഇതല്ലേ പറഞ്ഞു. അപ്പൊ പ്രീ പ്രൂണിങ് എന്താ ചെയ്യാം? Whole type pre-construction. So how we will do not split the node if you would result the goodness of measures falling below the threshold value. അതാണ് ഒരു അപ്രോച്ച്. രണ്ടാമത്തെ അപ്രോച്ച് എന്താ? രണ്ടാമത്തെ അപ്രോച്ചിന്റെ പേരെന്താ? പോസ്റ്റ് പ്രൂണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവ് ബ്രാഞ്ചസ് ഫ്രം എ ഫുള്ളി ഗ്രോൺ ട്രീ. സെറ്റ് എ സീക്വൻസ് ഓഫ് പ്രോഗ്രസീവ്ലി പ്രൂൺഡ് ട്രീ. നമുക്ക് തന്നിരിക്കുന്ന ട്രീന്ന് നമുക്ക് ആവശ്യമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബ്രാഞ്ചസ് റിമൂവ് ചെയ്ത് പോവാം. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. പ്രീ എന്ന് വെച്ചാൽ എന്താ? ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യുക? കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുക. അതാണ് പ്രീ പ്രൂണിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. പോസ്റ്റ് പ്രൂണിങ് എന്ന് വെച്ചാൽ എന്താ? പോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ശേഷം എന്നുള്ള മീനിങ് അല്ലേ. ഇപ്പൊ പോസ്റ്റ് പ്രൂണിങ് എന്ന് വെച്ചാൽ ട്രീ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തു, അതായത് ഫുള്ളി ഗ്രോൺ ട്രീ ഈസ് ദേർ. വാട്ട് വി വിൽ ഡു ഇസ് ലൈക്ക് വി വിൽ റിമൂവ് ദ ബ്രാഞ്ചസ് ഫ്രം എ ഫുള്ളി ഗ്രോൺ ട്രീ. അതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു ട്രീ വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. A1 ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ A1. അതിന് 2 ക്ലാസ്സസ് യെസ്, നോ. അതിലെ എസ് ആണെങ്കിൽ we are checking whether it satisfy A2. A2 yes, അതുപോലെ A2 no. A2 S ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത് A4 ആണോ. A4 ആണെങ്കിൽ A4 S ആണെങ്കിൽ this is going to belong to class A. ഓക്കെ, ഇതൊരു ട്രീ. ഇത് നോ ആണെങ്കിൽ going to class B. ഇത് നോ ആണെങ്കിൽ ഇത് ഡയറക്റ്റ് ക്ലാസ് A. ഇത് നോ ആണെങ്കിൽ ഐ വിൽ ചെക്ക് വെദർ ആട്രിബ്യൂട്ട് A3 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കൂ. യെസ് ആണെങ്കിൽ, നോ ആണെങ്കിൽ അടുത്ത ക്ലാസ് ഏതാ ആട്രിബ്യൂട്ട് എത്തിക്കുക? A3 A4 ആയില്ലേ? A5 ആണ് ചെക്ക് ചെയ്യുക. A5 ആണെങ്കിൽ യെസ് ആണെങ്കിൽ, വേറൊരു എക്സാമ്പിൾ ഞാൻ വരച്ച് കാണിച്ചതാണ് നിങ്ങൾക്ക്. ക്ലാസ് ബി. നോ ആണെങ്കിൽ A. ഓക്കെ, ഇതൊരു ട്രീ. അപ്പോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺപ്രൂവ്ഡ് ട്രീ ആണ്. ഞാൻ ഇതിന്റെ പ്രൂവ്ഡ് ട്രീ വരയ്ക്കട്ടെ ഒരു എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, A1 നോ ആണെങ്കിൽ റൈറ്റ്, ആണെങ്കിൽ എങ്ങോട്ടേക്കാ പോകുന്നത്? A3 നോ ആണെങ്കിലും എസ് ആണെങ്കിലും ഏത് ക്ലാസ്സിലേക്കാ പോകുന്നത് നോക്കിയേ? A3 നോ ആണെങ്കിൽ ക്ലാസ് ബി, നോ ക്ലാസ് ബി. എസ് ആണെങ്കിൽ A3 നോ, A3 എസ്, A5 എസ് ആണ്, പിന്നെയും പോകുന്ന ക്ലാസ് ബിയിലേക്ക്. നമുക്ക് ഇതിനെ മാറ്റിയിട്ട് പ്രൂൺഡ് ഇങ്ങനെ ചൂടി ഇതിനെ A1 യെസ്, നോ ആണെങ്കിൽ
ഡയറക്റ്റ് ക്ലാസ് ബിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തൂടെ? ഇവിടെ എന്താ വെച്ചാൽ നോ ആണെങ്കിൽ A3യിലേക്ക് പോയി. എഗെയിൻ A3 നോ ആണെങ്കിൽ A5 നോ ആണെങ്കിൽ എഗെയിൻ പോകുന്നത് എസ് ആണെങ്കിൽ പോകുന്നത് ക്ലാസ് ബിയിലേക്ക്. അപ്പം നമുക്ക് ഡയറക്റ്റ് ഇവിടെ A1 നോ ആണെങ്കിൽ ഡയറക്റ്റ് ക്ലാസ് ബിയിലേക്ക് മാപ്പ് ചെയ്യാലോ ഇതിനെ. ഇത് ചെക്ക് ചെയ്യാവില്ലല്ലോ, ഉണ്ടോ? ഇനി അതേപോലെ തന്നെ A2 എസ് ആണെങ്കിൽ A1 എസ് ആണെങ്കിൽ A2 ചെക്ക് ചെയ്തു. A2 നോ ആണെങ്കിൽ ക്ലാസ് എയിലേക്ക് തന്നെ പോകുന്നു. ഡിസിഷൻ ഒന്നുമില്ല അല്ലെ. അപ്പൊ ഈ ഒരു എക്സ്ട്രാ ട്രീ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന മൊത്തം ബ്രാഞ്ചസിന് പകരം ഒരു സിംഗിൾ ക്ലാസ് ആയ ക്ലാസ് ബിയിലേക്ക് ഇതിനെ ഡയറക്റ്റ് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി പ്രൂണിങ് നടന്നില്ല ഇവിടെ. നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? ഫുള്ളി ഗ്രോൺ ട്രീ ആവശ്യമില്ലാത്ത ഏതോ ഒരു സബ് ട്രീനെ റിമൂവ് ചെയ്ത് കളയുന്നു. റൈറ്റ്? നമുക്ക് പ്രൂൺഡ് ട്രീ എങ്ങനെ കിട്ടും? എസ് ആണെങ്കിൽ A4, A2 നോ ആണെങ്കിൽ ക്ലാസ് എ. ഇനി A4 എസ് ആണെങ്കിൽ ക്ലാസ് A4 നോ ആണെങ്കിൽ ക്ലാസ് ബി. ഇവിടെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഈ ട്രീ ഇതിലൊന്നും പ്രൂവ് ചെയ്യാൻ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഇവിടെ ഓവർ ഫിറ്റ് ഇടുന്നില്ല. പക്ഷേ ഈ പെർട്ടിക്കുലർ ബ്രാഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സബ് ട്രീ എന്ന് പറയുന്നത് ആക്ച്വലി ഓവർ ഫിറ്റിംഗ്. സോ വി ക്യാൻ റിമൂവ് ഇറ്റ് ആൻഡ് വി ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് ക്ലാസ് ബി. അപ്പോൾ ഇത് എന്ത് അപ്രോച്ചാ? ഈ അപ്രോച്ചിന്റെ പേരാണ് പോസ്റ്റ് പ്രൂണിങ്. ക്ലിയർ ആയോ? ഇനി പ്രീ പ്രൂണിങ് ആണെങ്കിൽ എങ്ങനെയാ വരിക? തന്നിരിക്കുന്നതിൽ കുറെ വാല്യൂസ്, എന്റെ വാല്യൂ എത്ര? ഇപ്പം 522, ബിന്റെ വാല്യൂ എത്ര? 157, സിന്റെ വാല്യൂ എത്ര? 250, ഡിന്റെ വാല്യൂ അല്ലെങ്കിൽ A1, A3, A4 ആണെന്ന് വിചാരിച്ചോ. A4ന്റെ വാല്യൂ 350 ചെക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ മാത്രമല്ല ഇത് രണ്ടിനും മാത്രമേ greater than 350 ആയുള്ളൂ. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ട്രീ കൺസിഡർ ചെയ്യും. അതാണ് പ്രീ പ്രൂണിങ് അപ്രോച്ച് എന്ന് വെച്ചാൽ. പോസ്റ്റ് പ്രൂണിങ് എന്ന് വെച്ചാൽ ഓൾറെഡി ബിൽഡ് ചെയ്ത ട്രീന്ന് ഓരോ ബ്രാഞ്ചസ് ആയിട്ട് റിമൂവ് ചെയ്ത് ഫോർവേഡ് ചെയ്യാം. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ. ഇനി ഇവിടെ വരുന്ന വേറൊരു മെത്തേഡും കൂടിയുണ്ട്. അത് CART അൽഗോരിതം പറഞ്ഞില്ലേ? CART അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് സെലക്ഷൻ മെത്തേഡ് ഗിനി ഇൻഡെക്സ്, റൈറ്റ് അല്ലേ? ഗിനി ഇൻഡെക്സ് അല്ലേ യൂസ് ചെയ്യുന്നത്? INDEX ഗിനി ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗിനി ഇൻഡെക്സ് യൂസ് ചെയ്യുന്ന ട്രീ പ്രൂണിങ് മെത്തേഡാണ് കോസ്റ്റ് കോംപ്ലക്സിറ്റി എന്ന് പറയും. കോസ്റ്റ് കോംപ്ലക്സിറ്റി എന്താ? കോസ്റ്റ് കോംപ്ലക്സിറ്റി മെത്തേഡ് അൽഗോരിതം യൂസ്ഡ് ഇൻ CART അൽഗോരിതം. എന്നിട്ട് an എക്സാമ്പിൾ ഓഫ് ഇത്. ഈ കോസ്റ്റ് കോംപ്ലക്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് പ്രൂണിങ് അപ്രോച്ച് ആണ്. പോസ്റ്റ് പ്രൂണിങ് അപ്രോച്ച് ആണ്. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കോംപ്ലക്സിറ്റി നമ്മൾ സാധാരണ കോസ്റ്റ് കണ്ടുപിടിക്കില്ല. അൽഗോരിതത്തിനൊക്കെ കോസ്റ്റ്, ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി, കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ considers the cost complexity of that particular tree to be a function of number of leaves present in the tree. And രണ്ട് കാര്യങ്ങൾ നോക്കുക. number of leaf nodes and error rate. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് കോംപ്ലക്സിറ്റി ചെയ്യുക. ഇനി വേറൊരു പ്രൂണിങ് ഉണ്ട്, ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോ. പെസിമിസ്റ്റിക് പ്രൂണിങ്. ഇത് എവിടെ യൂസ് ചെയ്യുന്നതാ? C4.5 അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഡിഫറൻസ് പറഞ്ഞില്ലേ C4.5ന്റെ? നമ്മൾ സാധാരണയായിട്ട് പ്രീ പ്രൂണിങ് മെത്തേഡ്, പ്രീ പ്രൂണിങ്, കോസ്റ്റ് പ്രൂണിങ് യൂസ് ചെയ്യുന്ന. ഇവിടെയാണെങ്കിൽ പെസിമിസ്റ്റിക് പ്രൂണിങ് അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നതെന്ന് എഴുതാം. ഡിഫറൻസ് എന്താ? പെസിമിസ്റ്റിക് പ്രൂണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കോംപ്ലക്സിറ്റി പോലെ തന്നെയാണ്. അവിടെ നമ്മൾ എറർ റേറ്റ് യൂസ് ചെയ്യുക.
എന്താ പറയുക, നമുക്കിവിടെ ഒരു കംപ്ലീറ്റ് പ്രൂൺ സെറ്റ് ആവശ്യമില്ല, അത്രയേ ഉള്ളൂ. നിങ്ങൾ അത്ര ഓർത്ത് വെച്ചാൽ മതി. Pessimistic pruning is similar to cost complexity pruning method, but here we do not require the use of a complete prune set. Instead of that, we will use a training set to estimate the error rate. ഓക്കെ, അപ്പോൾ അത്രയാണ് പ്രൂണിങ്ങിൽ പറയാനുള്ളത്. ഇത് നമുക്ക് ഒരു ടോപ്പിക്ക് മാത്രമേ ബാക്കിയുള്ളൂ, നെയ് ബയസ് ആൽഗോരിതം. നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, ഇപ്പം ഇത്ര എടുത്ത് തന്നെ ഇത് തീർത്താൽ മതി. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. ഇത് പറഞ്ഞെല്ലാം മനസ്സിലായിട്ടില്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതായിരിക്കും ചോദിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ പ്രീ പ്രൂണിങ് മെത്തേഡ്സ് എന്നിട്ട് ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി പ്രീ പ്രൂണിങ്ങും പോസ്റ്റ് പ്രൂണിംഗ് ആണ് ചോദിക്കാറ്. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കണം. കോസ്റ്റ് പ്രൂണിങ്, കോസ്റ്റ് കോമ്പൻസിറ്റിയും പെസിമിസ്റ്റിക് പ്രൂണിങ്ങും ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അഭിലാഷ് ഇല്ലേ? എല്ലാവരും ഇല്ലേ? അഭിലാഷ്, അഭിനവ്, അൻസബ്, അനുശ്രീ, അർജുൻ, ഓക്കെ, അശ്വിൻ ഇല്ലേ? അശ്വിൻ, അതുൽ ദിനേശ്, അതുൽ സത്യപാൽ, ബിന, ഫജർ, ജാസിം, മിഥിലാജ്, മൃദുല, മുഹമ്മദ് ജാസിൽ, റമീസ്, ശരത്, സർഗ, ഷബ്ന, സൗരഭ്, ശ്രീരാജ്, സുൻരാജ്, വിഷ്ണു, അമൃത, അശ്വതി, ഹരിത. വിഷ്ണു അല്ലേ? അശ്വതി, ഹരിത. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ സന്തോഷം.